ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഐഫോണിൻ്റെ ഡിസ്പ്ലേ റിമൂവിംഗ് ആണ്. അതായത് 40 Pro Max ആണ് ഡിവൈസ്. സോ ഒരുപാട് ടെക്നീഷ്യന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് ഡാമേജ് വരാണ്ട് റിമൂവ് ചെയ്യുക, അതായത് അതിനുള്ള സിമ്പിൾ മെത്തേഡ് എന്താണ്, നിങ്ങൾ ഏത് മെത്തേഡിലാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന സിമ്പിൾ മെത്തേഡാണ് ഇതിൽ കൊടുക്കുന്നത്. ഇത് ഐഫോൺ 40 Pro Max ആണ്, ഡിസ്പ്ലേ ഡാമേജ് ആണ്, അതായത് ഗ്രീൻ ഡിസ്പ്ലേ ആണ്. 40 Pro Maxൽ കോമൺ ആയിട്ട് കംപ്ലൈൻറ്റ് വരുന്നതാണ്. നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ നോക്കി കാണാൻ പറ്റും എന്താണ്, അതായത് ഫോൺ ഓപ്പൺഡ് അല്ല, ഇതുവരെ ഫോൺ ഓപ്പൺഡ് അല്ല, ഫസ്റ്റ് ഓപ്പണിംഗ് ആണ്. സോ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു തരാം, അതായത് ഡിസ്പ്ലേ ഡാമേജ് വരാണ്ട്. ഇതിങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ടും ഓപ്പൺ അല്ലാത്ത ഫോൺ കിട്ടിയിട്ടില്ല. സോ അതാണ് വീഡിയോക്കുള്ള കണ്ടൻറ്റ് ഫെയ്ഡ് ഔട്ട് ആവേണ്ട വെച്ചിട്ടാണ് ജസ്റ്റ് എന്താണ് ഇങ്ങനെ ഒരു ചെയ്യുന്നത്. അതായത് ഡിവൈസ് ഓപ്പൺ അല്ല, പക്ഷേ എന്താണ് ഡിസ്പ്ലേ ഡാമേജ് ആണ്. സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ, അതായത് ഡിസ്പ്ലേ ഡാമേജ് വരാണ്ട് നമുക്ക് എങ്ങനെ അയക്കാനുള്ളത് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ കിടക്കുന്നതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഫോൺ ഇതുവരെ ഓപ്പൺ അല്ല. അതായത് ബാക്കിയുള്ള വേറെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്, എന്താണ് ഫസ്റ്റ് കാണിക്കുന്നത് വേറെ ഫോണും പിന്നെ അയക്കുന്നത് വേറെ ഫോണും. സോ ആ ഒരു മെത്തേഡിലെ ചീറ്റിംഗ് വീഡിയോ അല്ല, ജസ്റ്റ് എന്താണ് പ്രോപ്പറായിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യുന്നത്. സോ ഇത് ചെയ്യാൻ വേണ്ടി എന്താണ് നമുക്ക് 3 ടൂൾ ആവശ്യമുണ്ട്. അതായത് ഒന്ന് ഇതേപോലുള്ള ബ്ലേഡ്, അതായത് ഇതിൻ്റെ ബ്രാൻഡ് കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു ബോക്സിൽ നമുക്ക് എന്താണ് 5 പീസ് കിട്ടുന്നുണ്ട്. സോ ഇതേപോലത്തെ ഒരു ബ്ലേഡും അതേപോലെ എന്താണ് വേറെ ക്ലീനിങ് അതായത് ഗമ്മ് കളയുന്ന ലിക്വിഡ് വേണം, അതേപോലെ ഒരു നീഡിൽ ബോട്ടിൽ വേണം. ഇതാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ മാർക്കറ്റിൽ ഇപ്പോൾ പല ബ്രാൻഡിലുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ റിയലൈഫിൻ്റെ ടൂളാണ്. ഇത് നമുക്ക് എന്താണ് ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡിസ്പ്ലേയുടെ ഈ നമ്മൾ നേരത്തെ കാണിച്ച ബ്ലേഡില്ലേ, അതിൻ്റെ സെയിം മെത്തേഡിലാണ് ഇത് വരുന്നത്. പക്ഷേ നമ്മുടെ നേരത്തെ കാണിച്ച ബ്ലേഡ് എന്താണ്, ഈ ബ്ലേഡിനേക്കാളും കുറച്ച് തിക്നെസ് കൂടുതലാണ്. സോ ഒന്നും കൂടി ബെറ്റർ ആണ് ആ ബ്ലേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ ഇതേപോലത്തെ ഒരു നീഡിൽ ബോട്ടിലും വേണം. അത് നീഡിൽ ബോട്ടിൽ നമുക്കെന്താണ് നിർബന്ധമില്ല, ജസ്റ്റ് എന്താണ് വേറെ ഏതെങ്കിലും ബോട്ടിലായാലും മതി. അതിൽ യൂസ് ചെയ്തേക്കുന്ന ലിക്വിഡ് ഇതാണ്, അതായത് റിലൈഫിൻ്റെ ഈ ഒരു മിത്തൽ ലിക്വിഡ്, അതായത് RL518. ഈ ഒരു ലിക്വിഡ് ഞാൻ എന്താണ് ഇതേപോലെ ഡിസ്പ്ലേ ഓപ്പണിങ്ങിന് വേണ്ടി, അതേപോലെ ബാറ്ററി റിമൂവിങ്ങിന്, ഈ 2 ഓപ്ഷനും വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മദർ ബോർഡ് ക്ലീനിങ്ങിന് ഇത് ബെറ്റർ അല്ല. മദർ ബോർഡ് ക്ലീനിങ് ഇത് ബെറ്റർ എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ എന്താണ് ഇത് ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. എനിക്കൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതുപോലെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യണം, അതേപോലെ എന്താണ് നമുക്ക് ഈ ബാറ്ററിയുടെ താഴെയുള്ള ഗമ്മ മെൽറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ബാറ്ററി റിമൂവ് ചെയ്യണം. ഈ 2 മെത്തേഡാണ് ഇത് സിമ്പിളായിട്ടുള്ളത്. സോ മെത്തേഡ് എങ്ങനെയുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ബ്ലേഡ് എന്താണ് ഇതേപോലെ നമ്മൾ എന്താണ് ജസ്റ്റ് ഉള്ളോട്ട് ഇറക്കി കൊടുക്കാം. കുറച്ചൊരു ബലം കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലും മാത്രമേ ബ്ലേഡ് ഉള്ളോട്ട് കറക്റ്റായിട്ട് ഇറങ്ങത്തുള്ളൂ ആ ഡിസ്പ്ലേയുടെ താഴെ ഭാഗത്ത്. ഈ ഒരു ബ്ലേഡ് പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളെന്താണ് ഇത് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ലിക്വിഡ് ഇല്ലേ, ഈ ലിക്വിഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ നല്ല എന്താണ് ലിക്വിഡ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലിക്വിഡ് എന്താണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് 2 ഭാഗത്തും ബാക്കിലും ഫ്രണ്ട് സൈഡിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ബ്ലേഡ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അതായത് എന്താണ് ആ ലിക്വിഡ് ഉള്ളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്താണ്, അതായത് നല്ല രീതിയിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മാത്രം എന്താണ് ഈ ഒരു ലിക്വിഡ് അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഇറങ്ങത്തുള്ളൂ. അതായത് പ്രോപ്പറായിട്ട് ഉള്ളിലോട്ട് ലിക്വിഡ് ഇറങ്ങുകയും അതിൻ്റെ ഉള്ളിലുള്ള ഗമ്മ മെൽറ്റ് ആവുകയും ചെയ്യും. ഈ ഒരു മെത്തേഡ് ഇതിൻ്റെ 4 സൈഡിലും, അതായത് 4 സൈഡിലും 3 സൈഡിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതായത് ഇത് റിപ്പീറ്റ് ചെയ്യാതെ ലിക്വിഡ് ആക്കുക, ജസ്റ്റ് എന്താണ് ബ്ലേഡ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക, ലിക്വിഡ് ആക്കുക, ബ്ലേഡ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഫോണിൻ്റെ ഈ 3 സൈഡിലും പ്രോപ്പറായിട്ട് ഈ ലിക്വിഡ് ഉള്ളിലോട്ട് എത്തുന്ന രീതിയിൽ 3 സൈഡിലും എന്താണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രോപ്പറായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ലിക്വിഡ് കയ്യിലേക്കാകുന്നതുകൊണ്ട് എന്താണ് ഇത് കൈ കറക്റ്റ് ഗ്രിപ്പ് ഇടുന്നില്ല. സോ എന്ത് ചെയ്യാം, ഗ്ലൗസ് യൂസ് ചെയ്ത് നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം.
അപ്പോൾ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നല്ല രീതിയിൽ ലിക്വിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷനിൽ എന്താണ് നമ്മൾ ഒന്നും കൂടി നമ്മുടെ ലിക്വിഡ് അപ്ലൈ ചെയ്യുക. ശേഷം നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് മെല്ലെ ജസ്റ്റ് എന്താണ് അതായത് നമുക്ക് ഏകദേശം ഡിസ്പ്ലേൻ്റെ തിക്നെസ് അറിയാൻ പറ്റും. ഐഫോണിൻ്റെ ഒക്കെ ഒറിജിനൽ ഡിസ്പ്ലേ എന്താണ് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. സോ നമുക്ക് എന്താണ് ചെറിയ രീതിയിലൊന്ന് ജസ്റ്റ് എന്താണ് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, മുകളിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. കാരണം ഓൾറെഡി ഉള്ളിലുള്ള ഗം എന്താണ് മെൽറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ചെറിയ രീതിയിൽ പുഷ് ചെയ്ത് തന്നെ ഡിസ്പ്ലേ നമുക്ക് മുകളിലോട്ട് കിട്ടും. ഡിസ്പ്ലേ മുകൾക്ക് വന്ന് എന്നുള്ള മനസ്സിലായാലും പിന്നെ ഓവർ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടും. ഈ ഒരു കണ്ടീഷനിലായാലും എന്താണ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബ്ലേഡ് ഇട്ടുണ്ടാണ് ആ ഒരു ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ആ കറക്റ്റായിട്ട് കിട്ടിയ ഗ്യാപ്പിലേക്ക് നമ്മൾ വീണ്ടും ലിക്വിഡ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ലിക്വിഡ് നമുക്ക് ഈ ഒരു പോർഷനിൽ എന്താണ് നമുക്ക് എത്ര വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കാരണം ഇത് സ്പീക്കേഴ്സിനോ അതേപോലെ എന്താണ് ഡിസ്പ്ലേയുടെ ഫ്ലെക്സിനോ കാര്യങ്ങളൊക്കെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ഈ ഒരു പോർഷൻ കറക്റ്റ് കിട്ടിയതിന് ശേഷം എന്താണ് ബാക്കിയുള്ള പോർഷനിലേക്ക് എന്താണ് ഇതേപോലെ ജസ്റ്റ് ഒരു ചെറിയ ടൂൾ വെച്ച് കൊടുക്കുക. നമ്മുടെ പ്ലഡ്ജറില്ലേ അത് യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഓപ്പണർ യൂസ് ചെയ്താലും മതി. ജസ്റ്റ് ഈ ഒരു പോർഷൻ കിട്ടിയതിന് ശേഷം കറക്റ്റ് എന്താണ് ബാക്കിയുള്ള സൈഡിലോട്ട് എന്താണ് ഈ ഒരു ട്യൂബ് എന്താണ് നമ്മൾ നോർമലി നമ്മുടെ ബാക്ക് പാനലൊക്കെ യൂസ് ചെയ്യുന്ന റിമൂവ് ചെയ്യുന്ന പോലെ ലിക്വിഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഈ ഡിസ്പ്ലേ ചെറിയ രീതിയിൽ ബെൻഡ് ആയാലും എന്താണ് നമുക്ക് കംപ്ലയിൻറ്റ് വരില്ല. കാരണം ഐഫോണിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ചെറിയ രീതിയിൽ ബെൻഡ് ആയാലും എന്താണ് നമുക്ക് ഇഷ്യൂസ് വരില്ല. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഡിസ്പ്ലേ ഏത് രീതിയിലാണ് ബെൻഡ് ആകുന്നത്. ഈ രീതിയിൽ ബെൻഡ് ആയാൽ പോലും എന്താണ് ഐഫോണിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്കതിൽ കംപ്ലയിൻറ്റ് വരില്ല. അപ്പോൾ നമുക്ക് ആ 3 പോർഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേ റിമൂവ് ആയിട്ടുണ്ട്. സോ ഇനി റിമൂവ് ആകാനുള്ള താഴത്തെ പോർഷനാണ്. സോ ഡിസ്പ്ലേ ഈ ഒരു കണ്ടീഷനിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് എന്താ നമ്മൾ ഈ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. മുകൾ ഭാഗത്ത് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡിസ്പ്ലേ ജസ്റ്റ് എന്താണ് ഇതേപോലെ കറക്റ്റ് തായതിന് ശേഷം ഇനി നമുക്ക് താഴെ ഭാഗമാണ് റിമൂവ് ചെയ്യേണ്ടത്. എന്താണ് താഴെ ഭാഗത്ത് നമുക്ക് ലിക്വിഡ് അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഡിസ്പ്ലേ ഈ ഒരു കണ്ടീഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു താഴെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലേക്ക് എന്താണ് നമ്മൾ ഈ ലിക്വിഡ് ആഡ് ചെയ്തുക. ഒറ്റ ഡ്രോപ്പ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം തൊട്ടടുത്ത് ഫേസ് ഐ ഡി ഉണ്ട്. ഫേസ് ഐ ഡി 200 സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉള്ളിലോട്ട് ലിക്വിഡ് ആകരുത്. സോ ഇതേപോലെ ജസ്റ്റ് ലിക്വിഡ് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ഭാഗം എന്താണ് പുഷ് ചെയ്താൽ നമുക്ക് ആ ഡിസ്പ്ലേയുടെ അവിടുത്തെ ആ ക്ലിപ്പ് റിമൂവ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ മുന്നേ ഫോൺ അയച്ചിട്ടില്ല. കറക്റ്റ് ഇതിൻ്റെ ഗമ്മും കാര്യങ്ങളും അതേപോലെ ഒരു ഭാഗത്ത് കൈ ടച്ച് ചെയ്തിട്ടൊന്നുമില്ല. അതായത് ഫസ്റ്റ് ഓപ്പണിംഗ് ആണ്. ബാക്കിയുള്ള ചില വീഡിയോസിലൊക്കെ ചെയ്യുന്ന പോലെ എന്താണ് കാണിക്കുന്നത് വേറെ ഫോണും ഔട്ട് വേറെ ഫോണും അല്ല. കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുവരെ ഫോൺ ഓപ്പൺ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചില ടിപ്സ് അതേപോലെ എന്താണ് ടിപ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും എന്താണ് യൂട്യൂബിലൊക്കെ ഷോർട്സ് ആയിട്ടും റീലായിട്ടൊക്കെ എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ IC റിമൂവിങ്, ഫിക്സിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താണ് ഓരോ ടെക്നീഷ്യന്മാരും കമൻറ്റിൽ വന്ന് ചോദിക്കാറുണ്ടെന്നാണ് ഇതിൻ്റെ ടിപ്സ് ഈ കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ഒന്ന് നമ്മുടെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള റീലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. സോ അതിന് ശേഷം മാത്രം എന്താണ് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഈ 2 ടൂൾസും ഈ ഒരു ടൂള് ലിക്വിഡ് അതേപോലെ എന്താണ് പിന്നെ ഈ ഒരു ഓപ്പണർ ഇത് 3 മാത്രമേ എന്താണ് ഈ ഡിസ്പ്ലേ റിമൂവ് ചെയ്യേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇനി നിങ്ങൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാളും സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.